ഉസ്താദ് സിനിമ മലയാളി സമുദായൻ്റെ ഒരു ഇതിൽ വരുന്ന അല്ല, അത് ഞങ്ങളും തമാശ പറയാറുള്ളതാണ്. അതെ, അത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടുണ്ടായ ഒരു പ്രോജക്റ്റാണ്. ഞാൻ മോഹൻലാലുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാണ്. രഞ്ജിത്താണ് അത് എഴുതേണ്ടത്. അങ്ങനെ ഒരു കഥയൊക്കെ ആയി രൂപപ്പെട്ടു വന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ ചെന്ന് ലാലിനെ കണ്ടിട്ട് പറഞ്ഞു, അതിന് മുമ്പത്തെ എൻ്റെ ഏതോ സിനിമ ഓടാതിരിക്കുന്നുണ്ട് ചെയ്ത്. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ മാറ്റണമെന്ന് പറഞ്ഞു, വേറൊരു ഡയറക്ടറെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രൊഡ്യൂസർ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് സിബിക്കുള്ള ഡേറ്റാണ്, സിബിക്ക് ഇഷ്ടമുള്ള പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ലാൽ ഇങ്ങനെ പറയുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്, വേറൊരു പ്രൊഡ്യൂസറിലേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു എനിക്കൊരു 1 മണിക്കൂർ തരുമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു പുള്ളി എന്താ 1 മണിക്കൂർ ചോദിച്ചാൽ ഞാനൊരു പ്രൊഡ്യൂസറെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും പ്രൊഡ്യൂസറെ സംസാരിക്കാമെന്ന് വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനും ഷാജി കൈലാസും കൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നോ പറയേണ്ട ആവശ്യമില്ല, കാരണം അയാൾ എഴുതുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പ്രോജക്റ്റ് ഉണ്ടായി. ആദ്യത്തെ കഥ പുതിയൊരു കഥ ഉണ്ടാക്കി. മഞ്ജു വാര്യറാണ് അനിയത്തിയുടെ റോളൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഷൂട്ടിങ് ഞങ്ങൾ ദുബൈയിലാണ് തുടങ്ങിയത്. ആദ്യം ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് മഞ്ജു ഇവിടെ കല്യാണം കഴിച്ചു എന്നുള്ളൊക്കെ ന്യൂസ് വരുന്നു. അങ്ങനെയാണ് ദിവ്യ ഉണ്ണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, ഈ സിനിമ സാറ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞത് ശരിയാണ്. ഇതിനൊക്കെ തന്നിട്ട് ഷാജി കുറേയൊക്കെ ഷാജി ഷൂട്ട് ചെയ്തതിനകത്ത് കുറച്ച് പോർഷനൊക്കെ സമയക്കുറവുണ്ട്. അതാണ് അതിൻ്റെ സത്യം.